നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ CPM ഒടുവിൽ സ്ഥാനാർത്ഥിയെ കണ്ടെത്തിയിരിക്കുന്നു. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബുവിനെ മത്സരിപ്പിക്കാനാണ് CPM നേതൃത്വം തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. ആദിവാസി മേഖലയിലും മറ്റുമായി സജീവ സാമൂഹിക പ്രവർത്തകൻ കൂടിയാണ് ഡോക്ടർ ഷിനാസ് ബാബു. ഇത് പരിഗണിച്ചാണ് ഡോക്ടർ ഷിനാസിലേക്ക് CPM എത്തിയതെന്നാണ് ലഭിക്കുന്ന വിവരം. ഇതോടെ കേരളത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ CPM അവതരിപ്പിക്കുന്ന മൂന്നാമത്തെ ഡോക്ടറാണ് നിലമ്പൂരിലെ ഡോക്ടർ ഷിനാസ് ബാബു. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലാണ് CPM ഡോക്ടർ ജോ ജോസഫിനെ സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ചത്. ക്രിസ്ത്യൻ വിഭാഗത്തിന് ആധിപത്യമുള്ള മണ്ഡലമെന്ന നിലയിലായിരുന്നു തൃക്കാക്കരയിൽ സഭയുടെ കൂടി പിന്തുണയുള്ള ഡോക്ടർ ജോ ജോസഫിനെ സ്ഥാനാർത്ഥിയാക്കാൻ CPM തീരുമാനമെടുത്തത്. സഭയുടെ കീഴിലുള്ള എറണാകുളം ലിസി ആശുപത്രിയിലെ സീനിയർ സർജനായ ഡോക്ടർ ജോ ജോസഫിനെ വളരെ നാടകീയമായാണ് LDF അദ്ദേഹം ജോലി ചെയ്തിരുന്ന ലിസി ഹോസ്പിറ്റലിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ വെച്ച് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. എന്നാൽ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ ദയനീയമായ തോൽവിയാണ് LDF സ്ഥാനാർത്ഥിയായ ഡോക്ടർ ജോ ജോസഫ് നേരിട്ടത്. UDF സ്ഥാനാർത്ഥി ഉമാ തോമസ് റെക്കോർഡ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്തു. ഡോക്ടർ ജോ ജോസഫ് നിലവിൽ ലിസി ആശുപത്രിയിൽ സർജനായി തുടരുന്നുണ്ട്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലാണ് രണ്ടാമതൊരു ഡോക്ടർ CPM സ്ഥാനാർത്ഥിയായി വീണ്ടും എത്തുന്നത്. യൂത്ത് കോൺഗ്രസ് നേതാവും മുൻ IAS-കാരനുമായ ഡോക്ടർ സരിൻ പാർട്ടിയുമായി ഇടഞ്ഞാണ് ഇടതുപാളയത്തിലേക്ക് എത്തുന്നതും അപ്രതീക്ഷിതമായി പാലക്കാട് ഡോക്ടർ സരിൻ സ്ഥാനാർത്ഥിയാവുന്നതും. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു എതിരാളി. രാഹുൽ വൻ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചു കയറിയത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ഡോക്ടർ സരിനെ സർക്കാർ വിജ്ഞാന കേരളം ഉപദേശകനായി നിയമിച്ചത് ഈ അടുത്ത കാലത്തായിരുന്നു. തോറ്റാലും സുരക്ഷിതമായ സ്ഥാനത്തേക്ക് പരിഗണിക്കുമെന്ന സന്ദേശമായിരുന്നു ഡോക്ടർ സരിനിലൂടെ CPM നൽകിയത്. നിലമ്പൂരിൽ ജനകീയനായൊരു സ്ഥാനാർത്ഥി വരുമെന്ന് CPM വ്യക്തമാക്കിയിരുന്നുവെങ്കിലും സ്ഥാനാർത്ഥി ആരായിരിക്കുമെന്ന സൂചന പോലും നൽകിയിരുന്നില്ല. മുൻ ഫുട്ബോൾ താരം ഷറഫ് അലി, ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറോണ, തോമസ് മാത്യു എന്നിവരുടെ പേരുകളും CPM പരിഗണിച്ചിരുന്നു. എന്നാൽ ഒടുവിൽ ജനകീയനായൊരു ഡോക്ടർ എന്ന നിലയിൽ ഡോക്ടർ ഷിനാസ് ബാബുവിന് മുൻതൂക്കം ലഭിക്കുകയായിരുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വെള്ളിയാഴ്ച ഉണ്ടാകും. ഇതോടെ UDF LDF സ്ഥാനാർത്ഥികളുടെ ചിത്രം വ്യക്തമാകും. ഇനി NDA മുന്നണിയിൽ നിന്നും ആരാവും സ്ഥാനാർത്ഥിയാകുമെന്നതാണ് വ്യക്തമാവാനുള്ളത്. UDF സ്ഥാനാർത്ഥിയായിരുന്ന ആര്യാടൻ ഷൗക്കത്തിനെ നേരിടാൻ 2016-ൽ CPM സ്വതന്ത്രനായി അവതരിപ്പിച്ച സ്ഥാനാർത്ഥിയായിരുന്നു PV അൻവർ. 2021-ലും ഇടത് സ്വതന്ത്രനായി വിജയിച്ച അൻവർ ഇടതുപാളയത്തോട് വിട പറഞ്ഞതോടെയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് വേദിയാകുന്നത്. അൻവറുടെ വെല്ലുവിളിയെ നേരിടാൻ പാകത്തിലുള്ള സ്ഥാനാർത്ഥിയെ കണ്ടെത്താനുള്ള അന്വേഷണത്തിലായിരുന്നു CPM. UDF ആര്യാടൻ ഷൗക്കത്തിനെ നേരത്തെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരുന്നു.